ഈ നാട്ടിൽ തന്നെ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മൈൻഡുള്ള കുറെ ആൾക്കാരുണ്ട്. ഒരു പരിധി വരെ ഇത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ പാടാണ്. പക്ഷെ ഈ വെളിയിൽ പോകുന്ന അടക്കം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഭവമാണ് നാട്ടിൽ നിൽക്കുക, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുക. അപ്പം ഒരു ഓപ്ഷൻ കൊടുക്കുവാണ്, നാട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, നല്ലൊരു ജീവിതം ഉണ്ടാകാം, അതിനുള്ള സാഹചര്യമുണ്ട്, വെളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ വെളിയിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. രണ്ടിൽ നിന്ന് ഏകദേശം ഉണ്ടാക്കാൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് സെയിം ആണ് എങ്കിൽ മിക്കവാറും ആൾക്കാർ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സോഷ്യൽ ക്ലാസ് വെച്ചേക്കാണ് ഇവിടെ. മിക്ക ആൾക്കാരും പുറത്തേക്ക് പോകുന്നിട്ട് കാരണം തന്നെ അവർക്ക് അവിടെ യാതൊരുവിധ ഒന്നുമില്ല, ആൾക്കാർ ഒന്നും ജഡ്ജ് ചെയ്യാനില്ല, ഒന്നുമില്ല. ഇവിടെ കുറെ ആൾക്കാരെ പേടിയാണ്. ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ നാളെ ഒരു സ്ഥലത്ത് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുവാണെങ്കിൽ, അത് എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിന്ന് പാർട്ട് ടൈം ജോലി ചെയ്യുവാണെങ്കിൽ എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അവര് പറയും എന്റെ വീട്ടിലെ ആ ഒരു സ്റ്റാറ്റസ് എന്താവും. ഇതൊക്കെ പേടിച്ചും കണ്ടും തന്നെയാണ് മിക്ക ആൾക്കാരും തന്നെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേ ഞാൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപകരിക്കുന്ന ഒരു ടോപ്പിക്ക് പറയാം. എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫും, എന്താണ് അതിന്റെ വ്യത്യാസം? സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വേണേൽ വെളിയിൽ നിന്ന് ആൾക്കാർ പെർസീവ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ സംഭവമാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ജോയൽ എന്താ പറയുന്നത്? ഭയങ്കര ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് പറയണേ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്താലാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ അത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം, നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ ബോറോ ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നു. എനിക്ക് ഇന്ന സംഭവങ്ങൾ, എനിക്ക് ഈ കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ വീടുണ്ട്, എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ലിവിങ് ഇങ്ങനെയാണ്, ഞാൻ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്തു അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് അവിടെയായി. പക്ഷേ ഇതിന്റെ സോഴ്സസ് നമുക്ക് സമാധാനം തരുന്നതാണോ അല്ലയോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ സ്റ്റാൻഡേർഡ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ടോ മറ്റൊരാളോട് ബോറോ ചെയ്തിട്ടോ നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് സോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതേ നമുക്ക് താല്പര്യമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് സെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്കുള്ള ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും. അത് നമുക്ക് ടെൻഷൻസ് ഉണ്ടാവില്ല, ബോറോയിങ്സ് ഉണ്ടാവില്ല, ലോണുകൾ ഉണ്ടാവില്ല, ഒരു ടെൻഷൻസും ഇല്ല, സീറോ ഡെപ്റ്റ്, ഹാപ്പിനെസ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് അവിടെ ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അനുഭവിക്കുന്നവരെ തീരെ ചുരുക്കമല്ലേ? തീരെ ചുരുക്കമല്ല, അല്ല അല്ല. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്തിരിക്കും. അതാ ഞാൻ പറഞ്ഞേ, ക്ലീഷ് ആയിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരില്ല. ഇല്ല ഈ ഒരു ജനറേഷനിൽ ഇപ്പൊ നമ്മൾ ജനറേഷന് ഭയങ്കരമായിട്ട് കുറ്റം പറയും, അപ്പൊ അത് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് പറയാൻ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് മിനിമലായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്.